ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ പാഠഭാഗത്ത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ജേബ് സെ സിർ ബാഹർ നിക്കൽനെ പർ റൂനെ ക്യാ ക്യാ ദേഖ് ഹോങ്കെ. പോക്കറ്റിൽ നിന്ന് തല പുറത്തേക്കിട്ട സമയത്ത് നമ്മുടെ രൂരു എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ. ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പേട്, പൗധെ, ഫൂൾ, ചിടിയ, നദി, നാല്, കൈ ജാൻവരം ആദി ദേക്കി ഹോങ്കെ. എന്താണ്? മരങ്ങളും ചെടികളും പൂക്കൾ, പക്ഷികൾ, അതുപോലെ നദിയും തോടുകളും മൃഗങ്ങൾ, അങ്ങനെ ഒരുപാട് സംഗതികൾ നമ്മുടെ രൂരു കണ്ടിട്ടുണ്ടാവും അല്ലേ? देन सेकंड क्वेश्चन, साथी को बुलाना और मिलकर घोंसला बनाना, यहाँ चिड़िया का कौन सा मनोभाव प्रकट होता है? കൂട്ടുകാരെ വിളിക്കുക, എന്നിട്ട് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് കൂട് നിർമ്മിക്കാം. ഇവിടെ പക്ഷിയുടെ ഏത് മനോഭാവമാണ് കാണിക്കുന്നത്? മാതൃപ്രേം और दायित्वबोध प्रकट होता है. അമ്മയുടെ ആ സ്നേഹവും അതുപോലെ എന്താണ് ഉത്തരവാദിത്വ ബോധവുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, യഹാം രൂരു കെ ചരിത്ര കി കോൺസി വിശേഷത പ്രകട ഹോത്തി ഹെ. ഇവിടെ രൂരുവിൻ്റെ സ്വഭാവത്തിലുള്ള ഏത് സവിശേഷതയാണ് കാണിക്കുന്നത്? ദയാലു और समझदारी से सोचने की क्षमता प्रकट होता है. എന്താണ്? ദയാലുവായ സ്വഭാവവും അതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അവൻ്റെ കഴിവുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ ചാപ്റ്ററിന് ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ബാക്കി ആക്ടിവിറ്റീസ് നോക്കാം. കിസ്നെ കഹ, ആര് പറഞ്ഞു? ഇവിടെ 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഇതൊക്കെ പറഞ്ഞത് എന്നുള്ളത് നമ്മളോട് ഇവിടെ താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മേരാ കോയി ദോസ്ത് നഹീം, എനിക്ക് കൂട്ടുകാരാരുമില്ല. ബാഹർ ജാക്കർ ദോസ്ത് ബനാ ഓ, പുറത്ത് പോയിട്ട് കൂട്ടുകാരെ ഉണ്ടാക്കൂ. മേരാ ഘോംസ്ല ബിഖർ ഗയാ, എൻ്റെ കൂട് നശിച്ചു പോയി. അപ്പോൾ ഇവിടെ ആരൊക്കെയാണുള്ളത്? ചിരിയ ഉണ്ട്, നമ്മുടെ രൂരു ഉണ്ട്, അമ്മയുണ്ട്. അപ്പോൾ ഫസ്റ്റ് പിക്ചറിന് ആപ്റ്റായിട്ടുള്ളത് ഏതാ? മേരാ ഘോംസ്ല ബിഖർ ഗയാ ഹേ അല്ലേ? എൻ്റെ കൂട് നശിച്ചു പോയി. അതാരാ പറയുന്നത്? നമ്മുടെ ചിരിയാണ് അല്ലേ? സെക്കൻഡായിട്ട് വരുന്നത് എന്താണ്? നമ്മുടെ രൂരുവിനെയാണ് കാണിക്കുന്നത്. അപ്പം മേരാ കോയി ദോസ്ത് നഹി, എനിക്ക് കൂട്ടുകാരാരുമില്ല, അതാണല്ലേ വരിക. ആൻഡ് തേർഡ്, ബാഹർ ജാക്കർ ദോസ്ത് ബനാവും, അമ്മ രൂരുവിനോട് പറയാണ് പുറത്ത് പോയിട്ട് കൂട്ടുകാരെ ഉണ്ടാക്കൂ. ഓക്കെ, ഇനി അമ്മക്ക് പാസ് പഹുഞ്ചായം ലിഖേ, അമ്മയുടെ അടുത്തെത്തിക്ക്, എന്നിട്ട് അവരെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് കങ്കാരുവിൻ്റെ കുഞ്ഞിനെ നമ്മൾ ജോയ്സ് എന്ന് പറയും. അപ്പോൾ ഡോഗിന് നമ്മൾ എന്താ പറയുക? കുത്ത. അപ്പോൾ കുത്തയുടെ കുഞ്ഞിനെ നമ്മൾ എന്താ പറയുന്നത്? പില്ല. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്താണ്? പൂച്ചയ്ക്ക് എന്താ നമ്മൾ പറയുന്നത്? ബില്ലിൻ്റെ കുട്ടീനെ നമ്മൾ പറയുന്നത് ബിലൗട്ട. ദെൻ മുറുകിൻ്റെ കുട്ടീനെ നമ്മൾ എന്താ പറയുന്നത്? ചൂസ. ഓക്കെ, പഹുഞ്ചാനെ ക്രമമേം ലിഖേ. ഓക്കെ, പഹ്ചാനെ ക്രമമേം ലിഖേ, എന്താ? തിരിച്ചറിഞ്ഞിട്ട് ക്രമത്തിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോറി ക്രമത്തിലല്ല തന്നിട്ടുള്ളത്. സ്റ്റോറിയിൽ കുറച്ച് ഇൻസിഡൻസ് ഷഫിൾ ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം കറക്റ്റ് ഓർഡറിലാക്കി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. രൂരു ക കോയി ദോസ്ത് നഹീം താ, രൂരുവിന് കൂട്ടുകാരാരുമില്ലായിരുന്നു. രൂരു ചിടിയ കെ പീച്ചെ ചൽപട, രൂരു പക്ഷിയുടെ പിന്നാലെ നടന്നു. അമ്മീനെ ചിടിയ കെ ബച്ചെ കോ ജേബ് മേ രഖ് ലിയ, അമ്മ പക്ഷി കുഞ്ഞുങ്ങളെ പോക്കറ്റിലേക്ക് എടുത്തു വെച്ചു. രൂരു അമ്മിക്ക് ജേബ് സേ സിർ നിക്കാല, രൂരു അമ്മയുടെ പോക്കറ്റിൽ നിന്ന് തലപ്പുറത്തേക്കെടുത്തു. ചിടിയാനെ രൂരു കോ ഗാന സിഖാ ദിയ, പക്ഷികൾ രൂരുവിനെ പാട്ട് പഠിപ്പിച്ചു. ബച്ചെ ജമീൻ പർ ബേഹാൽ പടേത്തെ, കുട്ടികൾ തറയിൽ ചിതറിക്കിടക്കുകയായിരുന്നു. രൂരു ഏക്ക് കങ്കാരു കാ
ബച്ചാത്ത. രൂരു ഒരു കങ്കാരുവിൻ്റെ കുഞ്ഞായിരുന്നു. അപ്പോൾ ഇതാ ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാത്ത. ബാക്കി ഓർഡറിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം രൂരു ഏക്ക് കങ്കാരു കാ ബച്ച എന്ന് പറയാം. സെക്കൻഡ് രൂരു കാ കോയി ദോസ്ത് നഹീം താ. രൂരു അമ്മി की जेब से सिर निकाला. रूरू चिड़िया के पीछे चल पड़ा. बच्चे जमीन पर बहल पड़े थे. अम्मी ने चिड़िया के बच्चे को जेब में रख लिया. चिड़िया ने रूरू को गाना सिखा दिया. ओके. इनी सवेरे ही सारे मित्र आए ചിടിയ സെ ബാത്തേം കർണേ ലഗേ. എന്താണ് കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് ഒരുപാട് മൃഗങ്ങളുണ്ട്. അപ്പം നമ്മുടെ പക്ഷികളുടെ കൂട്ടുകാരാണ്, പക്ഷിക്കുഞ്ഞുങ്ങളെ കൂട്ടുകാരാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഹാത്തി ആനയാണ് പറയുന്നു. കങ്കാരുക്ക് ജേബ് മേ കൈസാ രഹ. കങ്കാരുവിൻ്റെ പോക്കറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ചിരിയ പക്ഷി പറയുകയാണ് ബഹുത്ത് അച്ചാത വളരെ നല്ലതായിരുന്നു. മേണ്ടേക് അപ്പോൾ തവള ചോദിക്കുകയാണ് ക്യാ ജേബ് മേ ഡർ നഹീം ലഗ. എന്താണ് നമ്മുടെ പോക്കറ്റിനുള്ളിൽ പേടിയുണ്ടോ? പേടിയില്ലേ? നഹീം മസാത്ത. അപ്പോൾ ചിരിയ പറയുകയാണ് എന്ത്? ഇല്ല, നല്ല സന്തോഷമാണ്, നല്ല സുഖമാണെന്ന് പറയുകയാണ്. ബന്ദ് അമ്മി കൈസീത്തി. അപ്പോൾ കുരങ്ങൻ ചോദിക്കുകയാണ് അമ്മ എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ചിരിയ ബഹുത്ത് അച്ചിതി. അമ്മ നന്നായിട്ടിരിക്കുന്നു, വളരെ നന്നായിട്ടിരിക്കുന്നു. ബാലു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കരടി. രൂരു കഹാം രഹ. രൂരു എവിടെയാണ് താമസിക്കുന്നത്? ചിരിയ പക്ഷികൾ പറയാണ് ജേബ് മേ ഹി രഹ. പോക്കറ്റിൽ തന്നെയാണ് അവനും താമസിക്കുന്നത്. ലോമടി കുറുക്കൻ ചോദിക്കുകയാണ് ക്യാ തും ഫിർ ജാവുങ്കി ജേബ് മേ. എന്താ നിങ്ങൾ വീണ്ടും പോക്കറ്റിലേക്ക് തന്നെ പോവാണോ? ചിരിയ പക്ഷി പറയുകയാണ് നെഹിം ജാവുങ്കി. ഇല്ല, ഞങ്ങൾ പോകുന്നില്ല. മുറുകി അപ്പോൾ കോഴി ചോദിക്കുകയാണ് ക്യോം എന്തുകൊണ്ട്? ചിരിയ മേം ഉടനെ ലായക ഹോത്തി ഹേ. ഞാൻ എന്താണ് പറക്കാൻ പ്രാപ്തിയായിട്ടുണ്ട്. സബി ജാൻവർ ടീക്ക് ഹേ ഹം ജാത്തായേ. ശരി, എന്നാൽ ഞങ്ങൾ പോകുന്നു. ഓക്കെ, ഇത് ചെറിയൊരു മോഡലാണ്. നിങ്ങൾക്ക് ഇതേപോലെ എഴുതാം, അല്ലെങ്കിൽ ഇതിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താണ് എഴുതാനുള്ളത് അതേ മോഡൽ എഴുതാട്ടോ. ഓക്കെ, ലിഖേം ക്യാ ക്യാ ദേഖേം. എന്താണ് പിക്ചർ നോക്കാം, എന്നിട്ട് ഇതിൽ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? दुनिया कितनी बड़ी, कितनी सुंदर, कितने सारे रंग, आवाज़ें, कितने खुशबू. നമ്മുടെ രൂരു ചിന്തിക്കുകയാണല്ലേ, ലോകം എത്ര വലുതാണ്, എത്ര മനോഹരമാണ്, എത്ര നിറങ്ങളാണ്, സൗണ്ടുകളാണ്, എത്രമാത്രം സ്മെല്ലുകളാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പിക്ചറിൽ എന്തൊക്കെയാണുള്ളത്? ആകാശമുണ്ട്, അതുപോലെ നദിയുണ്ട്, നദി ഒഴുകുന്നുണ്ട്, പിന്നെന്താ സൂര്യൻ ചെഞ്ചായം അണിഞ്ഞിട്ട് മലയുടെ പിന്നിലായിട്ടുണ്ട് അല്ലേ. പിന്നെന്താ പൂക്കളുണ്ട്, മരമുണ്ട്, മരത്തിൻ്റെ ഒരു പക്ഷിക്കൂടൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതൊരു വിവരണമാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്രത്തിനെ നമുക്കൊരു വിവരണമാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാമല്ലോ എങ്ങനെ എഴുതാന്ന്. ചിരിയ പേട് പെർ ബൈറ്റ് കർ ഗാ രഹാ ഹേ. പക്ഷി മരത്തിന്മേൽ ഇരുന്നിട്ട് പാട്ട് പാടുന്നു. നദി ബഹ്താ ഹേ. എന്താണ്? നദി തോട് കവിഞ്ഞൊഴുകുന്നു. ബഹ്താ ഹേ ഒഴുകുന്നു. പേട് പെർ ഗോംസ്ലാ ഹേ. മരത്തിന്മേൽ കൂടുണ്ട്. സൂരജ് പഹാഡം കെ പീച്ചെ ഡൂബ് രഹാ ഹേ. സൂര്യൻ പർവ്വതങ്ങൾക്ക് പിറകിൽ മുങ്ങുന്നു അല്ലേ. ഇതാ നദി കിനാരെ ഹരിയാലി ഹേ. എന്താണ്? നദിയുടെ തീരത്ത് എന്താണ്? നല്ല പച്ചപ്പുണ്ട്. അങ്ങനെയൊക്കെ എഴുതാല്ലേ, നിങ്ങൾക്ക് അറിയുന്ന പോലെ എഴുതാട്ടോ.
ദെൻ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അന്താരാഷ്ട്ര മിത്രതാ ദിവസത്തിനെ കുറിച്ചൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ പോസ്റ്ററിൽ സന്ദേശവാക്യം വേണം. പിന്നെ എന്താണ്, കാണാൻ ആകർഷദാഹെ, എന്താണ് അട്രാക്റ്റീവായിട്ടിരിക്കണം. അതുപോലെ താരീഖ് ഹെ, ഡേറ്റും വേണം അല്ലേ. അപ്പോൾ എന്തൊക്കെ വേണം? സന്ദേശവാക്യമാണ് ഒരു പോസ്റ്ററിൽ, അതിനെ കാണാൻ നല്ല അട്രാക്റ്റീവായിരിക്കണം. പിന്നെ അതുപോലെ ഡേറ്റും വേണം. അപ്പോൾ നമുക്കിവിടെ ഒരു മോഡൽ നോക്കാം. അന്താരാഷ്ട്ര മിത്രതാ ദിവസ്. ഇപ്പോൾ ഹെഡിങ് എന്താണ്? അന്താരാഷ്ട്ര ഫ്രണ്ട്ഷിപ്പ് ഡേ അല്ലേ, വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണ്. എന്താ? 13 ജൂലൈ 2025. ओके, दोस्ती का रिश्ता अनमोल होता है जो हर दर्द को कम कर देता है. സൗഹൃദത്തിൻ്റെ ബന്ധം അമൂല്യമാണ്. അതൊരു ഓരോ വേദനയും കുറക്കാൻ സഹായിക്കുന്നു എന്നാ പറയുന്നത്. ഹർ ദർദ് കോ കം കർ ദേത്താ ഹെ, നമ്മുടെ ഓരോ വേദനയും കുറക്കാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ചെറിയൊരു സന്ദേശവാക്യമാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലും സിമ്പിളായിട്ടുള്ളത് കൊടുക്കാം. ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതോടെ കൂടെ നമ്മളെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ.